വിമാന അപകടം എപ്പോഴും നമ്മളെ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ഒരു വലിയ വിമാന ദുരന്തത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. എവിടെയാണ് സംഭവം? പിന്നെ സംഭവം ഇന്ത്യയിലല്ല, അമേരിക്കയിലാണ്. ആശ്വാസം. എന്നാലും സംഭവിച്ചില്ലല്ലോ അമേരിക്കക്കാർക്ക്. അമേരിക്കൻ എയർലൈൻസിന്റെ വിമാനം അത് ലാസ് വെഗാസിലെ ഹാരി റീഡ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും നോർത്ത് കാരോലിനയിലേക്ക് 153 യാത്രക്കാരും 6 ക്യാബിൻ ക്രൂ അംഗങ്ങളുമായിട്ട് പറക്കുകയായിരുന്നു. വിമാനം ടേക്ക് ഓഫ് ചെയ്ത് അല്പം പൊങ്ങിയപ്പോൾ തന്നെ വലിയൊരു സ്ഫോടന ശബ്ദമുണ്ടായി. അതിൻ്റെ തൊട്ട് പിന്നാലെ വിമാനത്തിൻ്റെ ഒരു എഞ്ചിന് തീ പിടിച്ചു. പൈലറ്റിൻ്റെ കാര്യം മനസ്സിലായി. പൈലറ്റ് പെട്ടെന്ന് തന്നെ വിമാനം താഴെ ഇറക്കി ആളുകളെല്ലാം ഇവാക്യുവേറ്റ് ചെയ്യിപ്പിച്ചു. അതിനുശേഷം വിമാനം പരിശോധിച്ചു. വിമാനത്തിന് തകരാറുണ്ട് എന്ന് കണ്ടെത്തി. അതേപോലുള്ള ഒരു അപകടമാണ് അഹമ്മദാബാദിൽ നടന്നത്. പക്ഷേ അവിടെ പൈലറ്റിന് പ്രവർത്തിക്കാനുള്ള അല്ലെങ്കിൽ ചിന്തിക്കാനുള്ള സമയം പോലും കിട്ടിയില്ല എന്നതാണ് വസ്തുത. ഒരുപക്ഷെ ഇതും ഒരു അപകടത്തിലേക്ക് കലാശിച്ചിരുന്നുവെങ്കിൽ അഹമ്മദാബാദിന് സമാനമായ ഒരു അപകടം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരുമായിരുന്നു. ഏകദേശം 153 യാത്രക്കാരും 6 ക്രൂവും 160ഓളം ആളുകൾ അതിനകത്ത് വെന്തു മരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക. എന്തായാലും ജൂൺ മാസത്തിലെ മറ്റൊരു വിമാന അപകടം ഒഴിവായതിൻ്റെ ആശ്വാസത്തിലാണ് എല്ലാവരും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അമേരിക്കയിലായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വിമാന അപകടങ്ങളൊക്കെ ഉണ്ടായി തന്നെ വളരെ പെട്ടെന്ന് അവർക്ക് എന്താണ് അതിൻ്റെ കാരണം, വിമാനത്തിൻ്റെ തകരാറ് എന്ത് എന്ന് കണ്ടെത്താൻ സാധിച്ചു എന്നതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം. എഞ്ചിനിൽ തീ വരാനുണ്ടായ കാരണം എന്താണ് എന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു. പക്ഷേ ഇവിടെ ഇന്ത്യയിൽ അഹമ്മദാബാദിൽ നടന്ന വിമാന അപകടം നടന്നിട്ട് ഇപ്പം ഏകദേശം എത്ര ദിവസമായി? 16 ദിവസം കഴിഞ്ഞു. ഈ 16 ദിവസം കഴിഞ്ഞിട്ട് ഉത്തരം കിട്ടിയോ? എന്താണ് ഇപ്പോൾ വരുന്ന വാർത്ത? ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ വിശ്വാസത്തിന്റെ തലക്കായിരുന്നു, ഇപ്പോൾ പൈലറ്റിന് തലക്കായി. പൈലറ്റിനോട് പോയി ചോദിക്കാൻ പറ്റില്ലല്ലോ, അദ്ദേഹം മരിച്ചല്ലോ. ഇപ്പൊ അദ്ദേഹത്തിന് സീറ്റിന്റെ പ്രശ്നം കൊണ്ടാണ് അപകടം നടന്നത് എന്നുള്ള ഒരു പ്രാഥമിക വിവരമാണ് പുറത്തു വരുന്നത്. സീറ്റ് ചരിഞ്ഞപ്പോൾ ഒന്ന് മാറിയപ്പോൾ ഇദ്ദേഹത്തിന്റെ കൈ അബദ്ധവശാൽ ലിവറിലേക്ക് തട്ടി അതിങ്ങനെ ഒന്ന് മടങ്ങി. അപ്പം പിന്നെ വിമാനം മുകളിലേക്ക് പറക്കാൻ സാധിക്കാതെ താഴേക്ക് പോയി. പിന്നെ മൊത്തത്തിലൊരു ഈ അവിയൽ പരിവായി കിടപ്പുണ്ട്. ആ വാർത്ത തന്നെ വിശ്വസിക്കുന്നുണ്ടോ? ഞാനാണ് ആ വാർത്ത എടുത്തത് രാവിലെ. ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈലറ്റ് അവിടെ വിവരം കൊടുത്തിരുന്നു, ഒരു വിമാനത്തിന് പൊങ്ങാൻ സാധിക്കുന്നില്ല, അതിനുള്ള പ്രഷർ കിട്ടുന്നില്ല എന്നുള്ളൊരു വിവരം കൊടുത്തിരുന്നു എന്നുള്ളതാണ് അവസാനം നമുക്ക് ലഭിക്കുന്ന വാർത്ത. പിന്നീട് പൈലറ്റുമായിട്ട് അവർക്ക് ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളത്. ഇങ്ങനെ കൈതട്ടി സീറ്റ് മാറി കൈതട്ടി, ഇത് എന്തോടെ ഇത് നമ്മൾ ഇരിക്കുന്ന പോലെ ഇങ്ങനെ മാറ്റി വെക്കുന്ന ചെയറാണോ ഒരു പൈലറ്റ് ഇരിക്കുന്നത് ചെയർ? അവരെയൊക്കെ ഫിക്സ് ചെയ്ത് വെച്ച് അതെല്ലാം സുരക്ഷിതമാണെന്ന് ഉറപ്പിച്ചതിന് ശേഷമല്ലേ ഒരു പൈലറ്റ് ഒരു പ്ലെയിൻ പറത്താൻ തയ്യാറാവുള്ളൂ. അല്ലെങ്കിൽ അയാൾ ഇരിക്കുന്ന സീറ്റിന് ഇങ്ങനെ ഇളക്കമുണ്ടെങ്കിൽ അവരത് പറത്താൻ തയ്യാറാവുമോ? ഇത് എവിടെ നിന്നോ ആരോ എന്തോ മറച്ചു വെക്കാൻ വേണ്ടി പടച്ചു വിട്ട വാർത്തയാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ എന്തോ ആർക്കൊക്കെയോ മറയ്ക്കാനുണ്ട്. അത് മറയ്ക്കാനായിട്ട് ഉള്ള ഒരു കളി തന്നെയാണ് ഇത്രയും ദിവസമായിട്ട് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അഹമ്മദാബാദ് വിമാനം അപകടം ഉണ്ടായതിന് ശേഷം അത് ആരുടെയോ രാഷ്ട്രീയ ലാഭത്തിനോ അല്ലെങ്കിൽ ആരുടെയോ വ്യക്തി താല്പര്യത്തിനോ വേണ്ടിയിട്ട് അതിൻ്റെ കൃത്യമായ ഉത്തരം പുറത്തു വിടുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഒന്നുകിൽ ഇതിൽ കൊടുക്കേണ്ടി വരുന്ന ഭീമമായ തുക, ഇപ്പം എയർ ഇന്ത്യ തന്നെ അവർ 1,25 ലക്ഷം രൂപയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 1 കോടി രൂപ ആദ്യം തന്നെ പ്രഖ്യാപിച്ചു. 25 ലക്ഷം രൂപ ഇടക്കാല ധനസഹായമായിട്ട് ഇപ്പോൾ അവർ ഏകദേശം വിതരണം ചെയ്തു തുടങ്ങി. കുറേ പേർക്ക് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും തുക കൊടുത്ത് അതെല്ലാം തീർത്തതിന് ശേഷമായിരിക്കും മിക്കവാറും എന്താണ് ഇതിൻ്റെ എന്താ പറയുക സത്യസന്ധമായ പ്രശ്നം എന്ന് മനസ്സിലാക്കി പുറത്ത് റിപ്പോർട്ട് വരാനുള്ള സാധ്യത ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വിമാന അപകടം നടന്നു, ഇത്രയും പേര് ആളുകൾ മരിച്ചു. എന്നിട്ട് പോലും നമ്മുടെ നാട്ടിലെ ഒരു സാധാരണക്കാരൻ പോലും ചോദിക്കടേ എന്തുവാടെ വിമാനത്തിന് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അണ്ണാ ഇതാണ് പറ്റിയെന്ന് പറയാനുള്ള ഒരു ഉത്തരമില്ല. അത് ഞാനിപ്പോൾ ഒരു സൈക്കിൾ അപകടം നടന്നാൽ, ഒരു സൈക്കിൾ എവിടെയെങ്കിലും ഒന്ന് തട്ടിയാൽ നമ്മൾ ആ തട്ടിയ ആളിനോട് എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കും അല്ലേ? ഇപ്പോൾ ഒരാൾ മരിച്ചാൽ നോർമൽ ഡെത്ത് ആണെങ്കിൽ പോലും നമ്മൾ ചോദിക്കും അവസാനമായിട്ട് എന്താ പറഞ്ഞത്, എങ്ങനെയായിരുന്നു മരണം സംഭവിച്ചത് എന്ന് അതിന് വ്യക്തമായ ഒരു ഉത്തരം കിട്ടും. അവസാനം ഇന്ന കാര്യങ്ങൾ പറഞ്ഞു, ഇന്നത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ശ്വാസം പോയി. ഒരു സൈക്കിൾ ഒരു എവിടെയെങ്കിലും ഒന്ന് തട്ടി നമ്മളെ വീട്ടിലെ കുട്ടിക്ക് ഒരു പോറലോ വല്ല എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അതാ ഞാൻ സൈക്കിൾ ഇങ്ങനെ കൊണ്ടുപോയപ്പോൾ അത് അവിടെ നിന്ന് അവരിങ്ങനെ വരെയായിരുന്നു, ഇങ്ങനെ അങ്ങ് പോയി എന്ന് പറയാം. പ്രാഥമികമായ ഒരു കാര്യമുണ്ട് പറയാൻ, ബാക്കിയൊക്കെ പിന്നീട്. ഇപ്പോഴും എല്ലാവരും ചോദിക്കുന്നത് ഇത് അട്ടിമറിയാണോ, ആണെങ്കിൽ ആര്? അപ്പം ഇനി വിമാനത്തിൽ പോകുമ്പോൾ നമ്മൾ സൂക്ഷിക്കണ്ടേ? തീർച്ചയായിട്ടും. അത് ബ്ലാക്ക് ബോക്സ് 2 എണ്ണം കിട്ടി. ആ 2 എണ്ണവും ഇവിടെ പരിശോധിക്കണോ അവിടെ പരിശോധിക്കണമെന്ന് അറിയില്ല. അതിന് തീരുമാനം വന്നത് ഇന്നലെ ഇവിടെ തന്നെ പരിശോധിക്കാം.
ആ ബ്ലാക്ക് ബോക്സിന് തകരാറുണ്ടായി. അത് എങ്ങനെ തകരാറുണ്ടായി? ഇതൊരു വലിയ ചോദ്യമല്ലേ? എന്തുകൊണ്ട് ഇതിൽ ഈ മരിച്ചതിലൊരു VIP വരെ ഉണ്ടായിരുന്നു. വിജയ് തരുവാണി എന്ന് പറയുന്ന ഒരു BJP നേതാവ് ഉണ്ടായിരുന്നു, മുൻ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. അപ്പൊ ഒരു VIP ഉണ്ടായിരുന്നിട്ട് പോലും സാധാരണക്കാരാണെങ്കിൽ ഇവർ ആ ലെവലിലേക്ക് കാണുന്നുള്ളവെന്ന് പറയാം. സാധാരണക്കാരുടെ ജീവൻ അത്രേ വില കൽപ്പിച്ചിട്ടുള്ളൂ. ഒരു VIP കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തെ ആരെങ്കിലും ലക്ഷ്യം വെച്ചതാണോ? കാരണം അഹമ്മദാബാദും ഗുജറാത്തും അടുത്തടുത്താണ് അല്ലേ? അപ്പൊ അങ്ങനെയും ചില വാർത്തകൾ വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും നീക്കങ്ങൾ ഇതിന്റെ ഇടയിൽ ഇല്ല, ഇനി സ്വാഭാവികമാണ്. പൈലറ്റിന്റെ സീറ്റ് പ്രശ്നമാണെന്ന് അദ്ദേഹം 12 അടി ആയപ്പോ തന്നെ അറിഞ്ഞു. എന്നാ അപ്പം വിളിച്ച് പറയണ്ടേ? അപ്പം ഇൻഫർമേഷൻ കൊടുക്കണ്ടേ? അദ്ദേഹത്തിന് ചാരിയിരുന്ന സീറ്റിൽ നിന്ന് എഴിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് വിമാന അപകടത്തിൽ പെട്ടതെന്നൊക്കെ പറഞ്ഞാൽ, ഈ തുടക്കത്തിൽ ഈ വിമാനവുമായി ബന്ധപ്പെട്ട ഒരു വ്യോമയാന വിദഗ്ധൻ, മുൻ ക്യാപ്റ്റനോ ആരോ പങ്കുവച്ച ഒരു കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഇത് സ്വയം ആത്മഹത്യ ചെയ്യാൻ പൈലറ്റ് തിരഞ്ഞെടുത്ത വഴിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ നടന്നിട്ടില്ല. ആദ്യം വന്ന അനുമാനം ഇതായിരുന്നു, പൈലറ്റ് സ്വയം ആത്മഹത്യ ചെയ്തതാണ്, ആത്മഹത്യ ചെയ്യാൻ അയാൾ കണ്ടെത്തിയ വഴി ഇതാണ്. പക്ഷെ പിന്നീട് അതിനെക്കുറിച്ച് ഒരു വിവരവും വന്നിട്ടില്ല. പിന്നീട് വരുന്നതൊക്കെ വിശ്വാസ് കുമാർ ഭീകരവാദ ബന്ധമുള്ള ആളാണോ, ബ്രിട്ടനിൽ താമസിക്കുന്ന ആളാണോ, അവിടുത്തെ ആരെങ്കിലും കൊട്ടേഷൻ കൊടുത്ത് ഇയാൾ ഇങ്ങോട്ട് വിട്ടതാണോ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ അയാൾക്ക് പിന്നിലേക്ക് പോകുന്നു. ഈ എയർ ഇന്ത്യയെക്കുറിച്ചോ ഈ ബോയിങ് കമ്പനിയെക്കുറിച്ചോ ഈ ബ്ലാക്ക് ബോക്സിന്റെ കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും അന്വേഷിക്കാൻ ആർക്ക് സമയമില്ല. പണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെയൊക്കെ വാ മൂടാമെന്നാണ് ഈ ആളുകളൊക്കെ ചിന്തിക്കുന്നതെന്ന്. 1,25,00,000 എന്നൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോ ഈ രഞ്ജിത നായരുടെ വീട്ടില് ഈ 1,25,00,000 രൂപ കിട്ടി ആ കുഞ്ഞുമക്കൾക്ക് അമ്മയെ കിട്ടൂല. നാളെ അവര് വലുതാകുമ്പോ അവരോട് സ്വയം ചോദിക്കില്ല, എന്താ നമ്മളെ അമ്മയ്ക്ക് സംഭവിച്ചത്? വിമാനാപകടത്തിൽ മരിച്ചു, ആ വിമാനം എങ്ങനെ അപകടത്തിൽ പെട്ടത് എന്നവര് ചോദിക്കില്ലേ? ഇപ്പൊ അതിലുണ്ടായിരുന്ന ഒരു സ്ത്രീ, ഒരാളുടെ മകൾ പറയും, ഞങ്ങൾ 2 കോടി അങ്ങോട്ട് തരാം, ഞങ്ങളുടെ അച്ഛനെ തിരിച്ചു തരൂ എന്നവര് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ അറിയാനുള്ള അവകാശമില്ലേ ഒരു അപകടം നടന്നത് എങ്ങനെയാണ് എന്നുള്ളത്? അതുപോലും പ്രാഥമികമായി പറയാൻ കഴിയാത്ത അന്വേഷണ ഏജൻസികളാണ് നമുക്കുള്ളത് എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ തലയിൽ കൈവച്ചു പോകുന്നത്. ഒരുപാട് 3 മണിക്കൂറിന് മുമ്പേ എയർപോർട്ടിൽ കയറണം, നമ്മളെ ഇവിടെ കാല് മുതൽ തല വരെ പരിശോധിക്കും, എല്ലാ രീതിയിലുള്ള പരിശോധന കഴിയും. പിന്നെ നമ്മൾ കൊണ്ടുപോയ ലഗേജ് കൂടുതലാണെങ്കിൽ അതെടുത്ത് എറിയല്, പിന്നെ അതിന് പ്രത്യേക പൈസ അടയ്ക്കണം, എന്തെല്ലാം കോപ്രായങ്ങൾ കാട്ടിയാണ് നമ്മൾ അതിൻ്റെ അകത്തോട്ടൊന്ന് കയറാൻ സമ്മതിക്കുക. ഇതിൻ്റെ അകത്ത് കയറിയാൽ നമ്മുടെ ജീവൻ എന്താണ് വില? നമ്മുടെ ജീവൻ എന്താണ് ഒരു ഗ്യാരണ്ടി ഉള്ളത്? ഒരു ഗ്യാരണ്ടി ഇല്ല. പിന്നെ എന്തിനാണ് ഈ അട്ടഹാസം, ഈ ആവശ്യമില്ലാത്ത ഇതുമൊക്കെ കാണിക്കുന്നത് എന്തിനാണ്? അപ്പൊ ഇവര് പറയും ഭീകരർ ഇരുന്നില്ലെങ്കിൽ വിമാനം തകരില്ലേ? അപ്പൊ ഇപ്പൊ തകർന്ന വിമാനത്തിന്റെ പിന്നിൽ എന്താ ലക്ഷ്യം? അതുകൂടെ പറഞ്ഞു തരൂ ഇല്ലേ? ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു ഉത്തരം ഇവർക്ക് ആർക്കും ഇതുവരെ നൽകാൻ സാധിക്കാത്തൊരു ചോദ്യമാണിത്. എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. എയർ ഇന്ത്യക്ക് ബോയിങ്ങിന്റെ അധികൃതരുടെ തലയിലും വെക്കാൻ പറ്റില്ല, ബോയിങ് അധികൃതർക്ക് എയർ ഇന്ത്യയുടെ തലയിലും വെക്കാൻ പറ്റില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒരു ഉത്തരം ഇവർക്ക് ഇനി വേണമെങ്കിൽ യാത്രക്കാരൊക്കെ മരിച്ചില്ലേ, അവരോട് ചെന്ന് ചോദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവരെ ആരെങ്കിലും തലയിൽ കെട്ടിവെക്കും. ഇനിയിപ്പോൾ അതാണ് നടക്കാൻ പോകുന്നത്. ഇനി അവരാരെങ്കിലും തലയിൽ ഇതിന്റെ ട്രോഫി അവരുടെ ആരെങ്കിലും തലയിൽ വെക്കും.